ശ്രീ ഡി സുരേഷ് കുമാർ, ഇവിടെ ഒരു വാസു സാർ, പത്മകുമാർ സാറിന്റെ പങ്ക് എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്. ശബരിമല പോലെ നമ്മൾ ലോകമാദരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു അഭിമാന സ്തംഭമായ ഒരു ക്ഷേത്രത്തിൽ കൊള്ളയുണ്ടായിരിക്കുന്നു. ആ കൊള്ള എന്ന് പറയുന്നത് കേവലം സ്വർണ്ണക്കൊള്ള, ഗോവർദ്ധന കൊണ്ടുകൊടുത്ത് ഗോവർദ്ധന പൈസ കൊടുത്ത കേവലം മാലമൂട്ടിക്കൽ ഫോർമാറ്റ് അല്ല. അത് വിശ്വാസീയ വഞ്ചനയാണ്. അവിടെ മാലയിട്ട് ഇരുമുടിയേന്തി മല ചവിട്ടുന്ന ഓരോ അയ്യപ്പന്റെ വിശ്വാസത്തെയും വഞ്ചിച്ചതാണ്. അതിൽ എന്താണ് അതിൽ അത് ചെയ്തവർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പോയി നിന്ന് ഈ പ്രതിഷ്ഠയാണല്ലോ, ശ്രീകോവിലാണല്ലോ, ശ്രീകോവിൽ അടിച്ചു മാറ്റാൻ കൈവിറയ്ക്കാത്ത കൂട്ടർ അവിടുത്തെ കാണിക്ക, കോടാനുകൂടി കാണിക്ക അടിച്ചു മാറ്റൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ? അത് സർക്കാർ അന്വേഷിക്കണ്ടേ ശ്രീ സുരേഷ് കുമാർ? തീർച്ചയായും ഞാൻ അതിലേക്ക് വരാം, അതിന് മറുപടി പറയാം. അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ, ചില ആരോപണങ്ങൾ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന്, കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്, നമ്മളേവരും ബഹുമാനിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഞാൻ കേട്ട വാക്കുകൾ, അദ്ദേഹം ആരംഭിച്ച വാക്കുകൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അറിവോട് കൂടിയിട്ടാണ് ഈ കൊള്ള അവിടെ നടന്നത് എന്നാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം ഏത് തലത്തിലുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. എന്തു തന്നെയായിരുന്നാലും ശരി, എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇതിനു മുൻപ് UDF-ൻ്റെ കാലത്ത് ഈ രൂപത്തിൽ കൊള്ളകൾ നടന്നിട്ടുള്ള സമയത്ത് അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അറിവോടുകൂടി ആയിരിക്കണം, ആ ഓർമ്മയിൽ നിന്നുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് വിയറ്റ്നാം കോളനി സിനിമയിലെ ശങ്കരാടിയുടെ കഥാപാത്രത്തെയാണ്. കൈ ചൂണ്ടിക്കൊണ്ട് ആ രേഖ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി രേഖയെക്കുറിച്ച്, ഈ ശിലാപാളി എടുത്ത് വിറ്റ മുതലാളിയെക്കുറിച്ചൊക്കെ പറയുന്നത്. എനിക്ക് ആളിനെ അറിയാം, വളരെ കൃത്യമായിട്ടറിയാം, ഞാനത് പറയേണ്ട സമയത്ത് പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് വിനയാന്വിതനായി, കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, അദ്ദേഹം ഈ സസ്പെൻസ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാതെ വളരെ പെട്ടെന്ന് ഇത് പൊളിക്കണം. അത് കേരളീയൻ്റെ അല്ലെങ്കിൽ പൊതുബോധത്തെ പരിഹസിക്കുന്നതിന് തുല്യമാകുമെന്നാണ് എനിക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. എന്തിനാണ് ഇങ്ങനെ പുകമറ സൃഷ്ടിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അതൊന്നുകിൽ അന്വേഷണ ഏജൻസിയോട് പറയുക, അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ പൊതുജനങ്ങളോട് പറയാൻ തയ്യാറാവുക. അല്ലാതെ ജനങ്ങളുടെ പൊതുബോധത്തെ പരിഹസിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് രാഷ്ട്രീയമായി നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ മറ്റൊരു കാര്യവും ഇതിനകത്തില്ല എന്ന് നമുക്കറിയാം. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി അവസാനിപ്പിക്കുന്നത്, അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച സെന്റൻസ്, കടകംപള്ളിയിലേക്കും വാസവനിലേക്കും ഈ അന്വേഷണം എത്തിച്ചേർന്നില്ല. സുരേഷ് കുമാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പൊളിറ്റിക്കൽ നേതൃത്വം എന്നല്ല, നമ്മളോട് പറഞ്ഞത് ഈ പോറ്റിക്കും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തെളിവ് അദ്ദേഹത്തിന്റെ പക്കലുണ്ടെന്നാണ്. ശ്രീ സുരേഷ് കുമാർ ആ തെളിവ് പുറത്തുവിടാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ് അല്ലേ? അതെ, അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ സെന്റൻസ് അല്ല, അതും പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, ആ തെളിവ് അദ്ദേഹം പുറത്തുവിടട്ടെ, ആ തെളിവ് പുറത്തു വിട്ടുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ കേസ് നമുക്ക് പെട്ടെന്ന് ഇത്രയും നീണ്ടുപോകില്ലല്ലോ, പെട്ടെന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുമല്ലോ. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അറിവോട് കൂടിയിട്ടാണ് ശബരിമലയിൽ കൊള്ള നടന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ മുൻകാലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി കോൺഗ്രസ് കേരളം ഭരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നടന്നിട്ടുള്ള കൊള്ളയെല്ലാം ഈ ഇന്ദിരാഭവനിലെ ലീഡർഷിപ്പിൻ്റെ അറിവോട് കൂടി നടന്നു എന്ന ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആ ഓർമ്മ പുതുക്കി, ആ സ്മരണ പുതുക്കിയാണ് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ആവർത്തിച്ച് കേരളത്തിലെ മാധ്യമങ്ങളെ നോക്കി കേരളത്തിലെ പൊതുജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കടകംപള്ളിയിലേക്കും വാസവനിലേക്കും ഈ അന്വേഷണം എത്തിയില്ലെങ്കിൽ അന്ന് ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ എന്താണെന്നുള്ളത്. നിങ്ങളൊന്നും കാണിക്കാനില്ല. കാരണം കേരളത്തിൻ്റെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ നിർദ്ദേശാടിസ്ഥാനത്തിൽ നടക്കുന്നൊരു അന്വേഷണത്തിൽ സ്വാഭാവികമായും ആ അന്വേഷണം ഏത് തലം വരെ വേണോ പൊക്കോട്ടെ, അവിടെ നിങ്ങൾ നിശ്ചയിക്കുന്ന നിലയിലേക്ക്, നിങ്ങൾ വരയ്ക്കുന്ന വരയിലേക്ക് അന്വേഷണം വരണം എന്ന് വാശി പിടിക്കുന്നത് കോൺഗ്രസ്സുകാർ മൂഢസ്വർഗത്തിലായതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ വരാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇനി അന്വേഷണത്തിന് ഏത് പരിധി വരെ വേണമെങ്കിലും പോകാം, പരിധി നിങ്ങൾ നിശ്ചയിക്കരുത്, ഞങ്ങൾ നിശ്ചയിക്കില്ല. അത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നിശ്ചയിക്കും. ആ നിശ്ചയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പോകട്ടെ. അല്ലാതെ ഈ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിധിക്കുള്ളിൽ ആരൊക്കെയാണ് വരേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി വസന്ത് സിറിയക്കല്ല തീരുമാനിക്കേണ്ടതെന്നുള്ള ആ വാക്കെങ്കിലും ബഹുമാനപ്പെട്ട സുരേഷ് കുമാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കള്ളമാണ് എന്നങ്ങ് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ കടകംപള്ളിയുമായി ആത്മബന്ധം സ്ഥാപിക്കുന്ന എന്തെങ്കിലും തെളിവ് വീഡിയോയുടെ പക്കലില്ല എന്നങ്ങ് പറയുകയാണ്. ശ്രീ ഗിരീഷ് കുമാർ, ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അന്വേഷണം കടകംപള്ളിയിലേക്കുണ്ടെന്ന് പറയുന്നുണ്ട്, കടകംപള്ളി ചോദ്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ശ്രീ സുരേഷ് കുമാർ, അങ്ങേക്ക് ആർജവത്തോടെ പറയാൻ പറ്റുമോ അന്വേഷണം കടകംപള്ളിയിലേക്ക് എത്തില്ല, കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ അന്വേഷണം വിളിപ്പിക്കില്ല എന്ന രാഷ്ട്രീയ ബോധത്തിൽ അങ്ങേക്ക് പറയാൻ പറ്റുമോ?
അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായും അന്നത്തെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ കടകംപള്ളിയുമായിട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ തിരക്കും, അത് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. പക്ഷെ ഒരിക്കലും അത്തരത്തിലൊരു പാപക്കറ പുരണ്ട കൈകല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഇപ്പോൾ MLA ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാവ് കടകംപള്ളിയുടേതെന്ന് എനിക്ക് ആർജവത്തോടു കൂടി പറയാൻ സാധിക്കും. അതെൻ്റെ ബോധ്യമാണ്. അതാണ് ശരി എന്നുള്ളത് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒരു കാര്യം കൂടി പറയാൻ അനുവദിക്കണം. ഇവിടെ വലിയ വായിൽ BJPയുടെ നേതാവ് വർത്തമാനം പറഞ്ഞു. ഞാനൊരു ഇത്തരം ആളുകളെ എന്തിനാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? കോടതി പറഞ്ഞ ഉടൻ ചെവി തൂക്കിയെടുത്ത് പുറത്ത് കളയണ്ടേ? കർണാടകയിൽ ഭൂമി ഇടപാട് നടത്തിയ 500 കോടി രൂപയുടെ അഴിമതി നടത്തിയ ആളാണ് മിസ്റ്റർ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഈ സമീപ ദിവസങ്ങളിൽ വന്ന വാർത്ത എന്താണ്? കേരളത്തിലെ BJP നിയന്ത്രിക്കുന്ന BJPയുടെ സംഘടനാ സെക്രട്ടറി ശ്രീ S. സുരേഷ് സഹകരണ സംഘ വെട്ടിപ്പിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. ആ പണം തിരിച്ചടയ്ക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇത്തരം കാര്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് വ്യക്തമായ മറുപടിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നേതാവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സർപ്പ കഥ പുറത്തു വരികയാണെങ്കിൽ അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് സമൂഹ മധ്യത്തിൽ ഈ പാർട്ടിയെ കരുവാരിത്തേക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, സർക്കാരിനെ മോശപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മോശമായി വികലമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നടപടികൾ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കൈയില്ലാത്തവൻ, ഒരു വിരലില്ലാത്തവനെ ആക്രമിക്കുന്നതിന് തുല്യമായി, പരിഹസിക്കുന്നതിന് തുല്യമായി മാത്രമേ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ 500 കോടി ഭൂമി ഇടപാട് നടത്തി അഴിമതി കാണിച്ച സർക്കാർ ഭൂമി ആദ്യം ഒരു വ്യാവസായിക ആവശ്യത്തിന് എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് സ്വകാര്യ കുത്തക ഭീമന്മാർക്ക് 500 കോടി രൂപയ്ക്ക് തീരെഴുതിയ ആളാണ് ഈ സംസ്ഥാനത്ത് BJPക്ക് നേതൃത്വം നൽകുന്നത് എന്നത് ചങ്കൂറ്റത്തോടുകൂടി പറയാനെങ്കിലും, നിങ്ങളുടെ കമ്മിറ്റികൾക്കകത്ത് പറയാനെങ്കിലും നിങ്ങൾക്ക് ആർജവം ഉണ്ടാകണം. സഹകരണ ബാങ്കിൽ നിങ്ങൾ നടത്തിയ അഴിമതി പണം തിരിച്ചുകൊണ്ട് വെച്ചിട്ട് വേണം ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്ന് BJP കമ്മിറ്റികളിലെങ്കിലും പറയാനുള്ള ആർജവവും തൻ്റെ ഇടവും നിങ്ങൾക്കുണ്ടാകണം. അത് കഴിഞ്ഞ് വേണം CPMന്, ഒരു വിരലില്ലാത്ത CPMനെ ആക്രമിക്കാൻ. നിങ്ങൾക്ക് കൈപോയി നിൽക്കുകയാണ് BJP, നിങ്ങൾക്ക് കൈപോയി നിൽക്കുകയാണ്. പരിഹസിക്കുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. CPMന് വിരല് പോയി എന്നങ്ങ് പറയാണോ സാർ? അല്ല, ഇപ്പോൾ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം റിമാൻഡിൽ കഴിയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു നഖത്തിനോ വിരലിനോ കേടുപാട് പറ്റിയിട്ടുണ്ടെന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ മടിയുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ആർജവത്തോടുകൂടി പറഞ്ഞു, അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആർജവത്തോടുകൂടി കേരളത്തിലെ ജനങ്ങളെ നോക്കി പറഞ്ഞു. അതാണ് ആർജവം. അതല്ലാതെ 500 കോടി അഴിമതി നടത്തിയവനെയും ലക്ഷക്കണക്കിന് രൂപ സഹകരണ ബാങ്കിൽ നിന്ന് വെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്നയാളിനെയും സംരക്ഷിച്ചുകൊണ്ട് അവരെ നേതാക്കന്മാരായി കണ്ടുകൊണ്ട് അവരെ പാദപൂജ നടത്തിക്കൊണ്ട് ആ ഓഫീസിൽ നിന്നും ഇറങ്ങി വന്ന്, BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും ഇറങ്ങി വന്ന് CPMനെ തെറി വിളിക്കുന്ന, CPMനെ കരുവാരിത്തേക്കുന്ന, CPMനെ മോശമായി ചിത്രീകരിക്കുന്ന നിലപാട് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.